മനസ്സറിഞ്ഞു വിളിച്ചാൽ അളവില്ലാതെ അനുഗ്രഹിക്കുന്ന മാതൃസ്വരൂപമായി വടക്കുംനാഥന്റെ വാമഭാഗഭാവത്തിലും ഉദയനാപുരത്തപ്പന്റെ മാതൃഭാവത്തിലും ഭക്തർ ദർശിക്കുന്ന ആദിപരാശക്തി സർവവരപ്രധായനി എൻ്റെ കുമാരനെല്ലൂരമ്മ. അഞ്ജനശിലയിൽ ആദിപരാശക്തിയായി, കിഴക്കോട്ടു ദർശനമായി, പഞ്ചസ്വരൂപിണിയായ മഹാമായയായി കുടികൊള്ളുന്നതും കുമാരനെല്ലൂരമ്മ. തൻ്റെ ചുറ്റുമതിൽക്കകത്ത് പിടിയാനകൾക്ക് മാത്രം പ്രവേശനാനുമതി നൽകി തൻ്റെ പൂജയ്ക്ക് ചുവന്ന പട്ടും ചെമ്പരത്തിയും വേണ്ടെന്ന് കൽപ്പിച്ച സർവാഭീഷ്ടപ്രദായനിയാണ് കുമാരനെല്ലൂരിൽ കുടികൊള്ളും മഹാദേവി. കാർത്തികേയനായി പണികഴിപ്പിച്ച ശ്രീകോവിലിൽ കാർത്യായനി വാണരുളിയത് അപൂർവങ്ങളിൽ അപൂർവമായ സങ്കല്പം. കുമാരനല്ല ഈ ഊര് എന്ന പ്രതിഷ്ഠാസമയത്ത് അരുളപ്പാടുണ്ടായതും ആ നാട് പിന്നീട് കുമാരനെല്ലൂരായി മാറിയതും കേൾവി കേട്ട ചരിത്രം. തൃക്കാർത്തിക നാൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാന്റെ സാന്നിധ്യം ദൃശ്യമാകാതെ വരികയും ഭഗവാനെ അന്വേഷിച്ച് പ്രദക്ഷിണമായി ചെന്ന സ്വാമിയാർക്ക് ഭഗവാൻ തെക്കേ ഗോപുരമതിലിൽ ഇരുന്നുകൊണ്ട് സർവാഭരണ വിഭൂഷിതയായി തൃക്കാർത്തിക നാളിൽ ആറാടിയെഴുന്നള്ളുന്ന തൻ്റെ വാമഭാഗമായ കുമാരനെല്ലൂർ വാഴും കാർത്യായനി ദേവിയെ തൃക്കൻ പാർക്കുന്നതുമാണ് ദർശിക്കുവാൻ കഴിഞ്ഞത്. പിന്നീടങ്ങോട്ട് കാർത്തിക നാൾ ഭഗവാന്റെ പൂജകൾ ശ്രീകോവിലിൽ നിന്നും തെക്കേ ഗോപുരമതിലിലേക്ക് മാറ്റിയതും മഹത്തരമായ ഐതിഹ്യം. 10 നാൾ നീളുന്ന ഉത്സവം കൊടിയേറിയാൽ എന്നെന്നും മാറാടുന്ന ആദിപരാശക്തി തന്നെ ശ്രീ കുമാരനെല്ലൂരിലെ കാർത്യായനി ദേവി. പഞ്ചസ്വരൂപിണിയും പാപവിനാശിനിയുമായ ആദിപരാശക്തിയാം കുമാരനെല്ലൂർ കാർത്യായനി ദേവിയുടെ പിറന്നാൾ വരവായി വൃശ്ചികമാസത്തിലെ കാർത്തിക തിരുനാൾ വന്നു ചേരുകയായി. ദേവിയുടെ ഭക്തസഹസ്രങ്ങൾ മൺചിരാതുകളിൽ തിരിതെളിയിച്ച് മാനവരാശിക്ക് മുഴുവൻ സർവൈശ്വര്യവും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യുവാനായി ദേവീ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അതിവിശിഷ്ടമായ നയനമനോഹരമായ കാഴ്ചയാണ് അമ്മ കുമാരനെല്ലൂർ ദേവിയുടെ കാർത്തിക വിളക്ക് മഹോത്സവം. തെളിയുന്ന ഓരോ തിരുനാളത്തിലും വിളങ്ങുന്നതമ്മ തന്നെ. സർവവും എൻ്റെ കുമാരനെല്ലൂരമ്മ തന്നെ. ദേവീ ശരണം, കുമാരനെല്ലൂർ കാർത്യായനി ശരണം. വന്നണഞ്ഞു മാഹേന്ദ്ര നീലാ